പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീട്ടിലടക്കം 12 പോലീസ് നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ആ വാർത്തകളിൽ റെയ്ഡിനപ്പുറത്തേക്ക് വാർത്താ പ്രാധാന്യമുണ്ടായത് തിരുവനന്തപുരത്ത് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുകയായിരുന്ന ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ നേരിട്ട രീതിയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്, സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നിരവധി ആളുകളുടെ വീടുകൾ റെയ്ഡ് നടത്തിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇഡിക്ക് ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. റെയ്ഡ് നടക്കുമ്പോൾ പുറത്ത് പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കാറുണ്ട്. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ ഇഡി മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സമാധാനപരമായ രൂപത്തിലുള്ള പ്രതിഷേധമായിരുന്നു അന്ന് അരങ്ങേറിയത്. ഇഡി റെയ്ഡിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ CPM-ന് എല്ലാ അവകാശവുമുള്ള നാടാണ്. പക്ഷേ ഇഡി ഉദ്യോഗസ്ഥർ വന്ന വാഹനത്തിന് നേരെ ചീമുട്ടയെറിയുന്നു, ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനം അടിച്ചു തകർക്കുന്നു, ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന്റെ ചില്ലിന് നേരെ ഇഷ്ടികയെറിഞ്ഞ് അത് തകർത്ത് ഡ്രൈവറുടെ കണ്ണിന് പരിക്കേൽക്കുന്നു. ഈ കേസിനകത്താണ് തിരുവനന്തപുരത്ത് CPM-ന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ അടക്കമുള്ളവർ റിമാൻഡിലായി ഇപ്പോൾ ജയിലിലാണുള്ളത്. എന്നാൽ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതിയിൽ നടന്ന പരാമർശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പരാമർശത്തിൽ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് CPM നടത്തിയത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരമായിരുന്നു ഈ സമരമെന്നും കൂടി വിലയിരുത്താൻ സാധിക്കില്ലേ? തീർച്ചയായും രാഷ്ട്രീയമായി ED റെയ്ഡ് പിണറായി വിജയന്റെ മകളുടെ പേരുള്ള ആരോപണമായി അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട ED റെയ്ഡ് രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്നാണ് CPM കരുതിയത്. അത് CPM-ന് അനുകൂലമാക്കാൻ കഴിയുമെന്ന് കരുതി തന്നെയാണ് പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയത്. പക്ഷെ അത് ഒരു പരിധിവരെ ശരിയായിരുന്നു. ED റെയ്ഡിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് CPM-ന് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അത് സംഘർഷത്തിലേക്ക് എത്തിയ സാഹചര്യം കാര്യങ്ങളെ തകിടം മറിച്ചു എന്ന് വേണം പറയാൻ. അത് CPM-ന് വലിയ തിരിച്ചടിയായി. ഈ ED റെയ്ഡിൽ ഒരുപാട് പേർ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ കോടതി ജാമ്യം കഴിഞ്ഞ ദിവസം പരിഗണിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത് വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ് CPM-ന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ റെയ്ഡ് കഴിഞ്ഞ് തിരികെ വന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചത് രാജ്യത്തിനെതിരെ ചെയ്ത കുറ്റകൃത്യം പോലെയാണ് കോടതി പരാമർശിച്ചിരിക്കുന്നത്. ഇവർക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ തല്ലുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമായി പോകും. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം നിഷേധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതികൾ അല്ലെങ്കിൽ പ്രതിഭാഗം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പൊതുമുതൽ നശിപ്പിച്ചു എന്ന വകുപ്പിടാൻ കഴിയില്ല. കാരണം വാഹനം എന്ന് പറയുന്നത് വാടകയ്ക്കെടുത്ത വാഹനമായതിനാൽ അത് പൊതുമുതലിൽ വരില്ല എന്ന് പറയുമ്പോൾ കോടതി പറയുന്നത് വാടകയ്ക്കെടുത്തതാണെങ്കിലും ED അവരുടെ റെയ്ഡിന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തതിനാൽ അതിനെ പൊതുമുതലായി തന്നെ പരിഗണിക്കും. അത് വാടകയ്ക്കെടുത്തതാണോ അല്ലയോ എന്നുള്ളതല്ല കാര്യം, അത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചത് എന്നുള്ള കാര്യം കണക്കിലെടുത്തുകൊണ്ട് പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള കേസ് തന്നെയായിരിക്കും വരിക. സ്ത്രീകൾ അല്ലെങ്കിൽ വനിതാ ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നപ്പോഴാണ് ആക്രമിച്ചത്. ഡ്രൈവറിന്റെ കണ്ണിൽ പരിക്കേറ്റിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. CPM നടത്തിയ സംഘർഷം ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ജാമ്യം നൽകുകയാണ് എങ്കിൽ അത് സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്ന ഏറ്റവും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ കോടതി സമൂഹത്തോട് കൊടുക്കുന്ന ഏറ്റവും നെഗറ്റീവ് സന്ദേശമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നതെന്ന് കോടതി പറയുന്നുണ്ട്. അതുപോലെ പ്രതിഭാഗം വാദിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റെയ്ഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഘർഷം ഉണ്ടായത്. അപ്പോൾ അവർ ഡ്യൂട്ടിയിലായിരുന്നില്ല എന്നൊരു പ്രതിഭാഗം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് അല്ലെങ്കിൽ ED ഓഫീസിൽ നിന്ന് റെയ്ഡ് ചെയ്യാൻ ഒരു സ്ഥലത്തെത്തി തിരികെ ഓഫീസിൽ എത്തുന്നത് വരെ അവർ ഡ്യൂട്ടി ടൈമിൽ തന്നെയാണ്. അല്ലെങ്കിൽ റെയ്ഡ് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല പരിഗണിക്കേണ്ടത്. അവർ ഓഫീസിൽ നിന്ന് വന്ന് തിരികെ ഓഫീസിൽ എത്തുന്ന സമയം വരെ റെയ്ഡുമായി ബന്ധപ്പെട്ട് അവർ ഓഫീസിൽ നിന്ന് വരികയും തിരികെ എത്തുന്ന എത്ര സമയമാണോ ആ സമയം വരെയും അവർ ഡ്യൂട്ടിയിലാണ് എന്ന് തന്നെയാണ് പരിഗണിക്കേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിഭാഗത്തിന് മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളെയും എതിർത്തുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ED റെയ്ഡുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർക്ക് ജാമ്യം നൽകുന്നത്, ഞാനും അതിനോട് യോജിക്കുന്നു. ജാമ്യം നൽകുന്നത് ശരിയായ ഒരു സന്ദേശം ഒരിക്കലും പൊതുജനങ്ങളിലേക്ക് എത്തിക്കില്ല. അങ്ങനെ CPM-നെ ഇപ്പോൾ വെറുതെ വിടുകയാണ് അല്ലെങ്കിൽ പ്രതികളാക്കി ആരോപിച്ച് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത ആളുകളെ വെറുതെ വിടുകയാണെങ്കിൽ നാളെ ബാക്കിയുള്ളവർക്കും ഈ ഉദ്യോഗസ്ഥരെല്ലാം ആക്രമിക്കാമല്ലോ. അതിപ്പോ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാവട്ടെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാകട്ടെ. നമുക്കറിയാം പല കാര്യങ്ങളിലും നമ്മൾ എന്താണ് ചിന്തിക്കാറ്, ഈ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഇത്രയും ചെറിയ ശിക്ഷയല്ലേ ലഭിക്കൂ, അതുകൊണ്ട് അത് വലിയ കാര്യമല്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിലാണ് വലിയ മാറ്റം വന്നിരിക്കുന്നത്. ഇത് രാജ്യദ്രോഹം അല്ലെങ്കിൽ രാജ്യത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതി ശക്തമായി പറഞ്ഞിട്ടുണ്ട്. സമരം ചെയ്യാൻ പോയ CPM-കാർ കരുതിയിട്ടില്ല ഇത്രയും വലിയൊരു കുടുക്കിലേക്ക് അല്ലെങ്കിൽ കുടുക്കിലേക്കാണ് ഈ പ്രതിഷേധം കൊണ്ട് എത്തിക്കുന്നതെന്ന്. എന്തായാലും സംഘർഷം കൈവിട്ടു പോയിട്ടുണ്ട്. കോടതി കടുപ്പിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ED റെയ്ഡുമായി ED കടുപ്പിച്ചപ്പോൾ മറുവശത്ത് കോടതി കടുപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താകുമെന്ന് കണ്ടറിയണം. CPM-ന് ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ വിഷയം കൈവിട്ടു പോയിട്ടുണ്ട്.
തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയം എന്തിന് ഞങ്ങൾ സമരം ചെയ്തു എന്ന് CPM-ന്റെ അണികൾ ഇപ്പോൾ ഒരു ആത്മപരിശോധന നടത്തുകയാണ്. കാരണം പിണറായി വിജയനെ അല്ല ED ചോദ്യം ചെയ്തെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത മകൾ വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്തതിന് എന്തിനാണ് തങ്ങൾ റോഡിലിറങ്ങിയത് എന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, ED-യെ ആക്രമിച്ച കേസിൽ നിന്ന് അത്ര പെട്ടെന്ന് രക്ഷപ്പെട്ടു പോരാൻ CPM-ന് കഴിയില്ല, അല്ലെങ്കിൽ CPM പ്രവർത്തകർക്ക് കഴിയില്ല എന്നാണ് നമുക്കിപ്പോൾ കോടതിയുടെ പരാമർശത്തിലൂടെ വ്യക്തമാകുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് രാജ്യത്തിനെതിരായ അക്രമമായി കണക്കാക്കുമെന്ന് പറയുമ്പോൾ രാജ്യദ്രോഹ കുറ്റം UAPA ചുമത്തുമെന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. കാരണം അത്ര ഗൗരവമേറിയ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടി ചെയ്തതാണ്, അല്ലാതെ അറസ്റ്റും ചെയ്തിട്ടില്ല. തീർച്ചയായും അല്ലാതെ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ED ഉദ്യോഗസ്ഥരുടെ അവരുടെ ഇഷ്ടാനുസരണം അവർ റെയ്ഡ് നടത്തിയാൽ അവർക്ക് മുകളിൽ നിന്ന് ലഭ്യമായ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധിയുടെ മറപിടിച്ചാണ്, അല്ലെങ്കിൽ ഹൈക്കോടതി വിധിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡുമായി അവർ എത്തിയത്. ആ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർക്ക് അവരുടെ സുഗമമായി ജോലി പൂർത്തീകരിച്ച് മടങ്ങാനുള്ള സൗകര്യം ഒരുക്കി നൽകുകയായിരുന്നു CPM ചെയ്യേണ്ടത്. അവർക്ക് പ്രതിഷേധിക്കാം, മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കാം, കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കാം, ED-ക്കെതിരെ മുദ്രാവാക്യം വിളിക്കാം, കേരള സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കാം. പക്ഷേ ഇത് മുദ്രാവാക്യം വിളിക്കുന്നതിനോടൊപ്പം തന്നെ കയ്യിൽ കിട്ടിയ ആയുധമെടുത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഗുരുതരമായ കുറ്റമാണ്. ഈ കേസിനകത്ത് നിന്ന് അത്ര പെട്ടെന്ന് രക്ഷപ്പെട്ടു പോരാൻ CPM-ന് കഴിയില്ല. CPM ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മാത്രമല്ല, ED-യെ പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരെ, രാജ്യത്തിന്റെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയാണ് ഞാൻ പറയുന്നില്ല, പക്ഷെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു അന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷിക്കാറ്. ആ അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ അതിനോട് സഹകരിക്കുക. മടിയിൽ കനമില്ലാത്തവർ എന്തിനു പിന്നെ പേടിക്കണമെന്നൊരു ചോദ്യമാണ് വരുന്നത്. എന്നാലും CPM-ന്റെ അണികൾ ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് നിൽക്കുകയാണ്. ജയിലിൽ പോയ ആളുകൾക്ക് അത്ര പെട്ടെന്ന് ജാമ്യം ലഭിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർ എത്ര കാലം ജയിലിൽ കിടക്കുമെന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. വരും ദിവസങ്ങളിൽ ED റെയ്ഡുമായി ബന്ധപ്പെട്ട CPM-ന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുക? മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാതെ വീണയെ ചോദ്യം ചെയ്തതിന് എന്തിന് തങ്ങൾ തെരുവിലിറങ്ങിയെന്ന അണികളുടെ ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയാൻ CPM നേതൃത്വം ബാധ്യസ്ഥരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട ഈ വിവാദ വിഷയത്തിൽ CPM അണികൾ ഇപ്പോൾ ആശങ്കയിലാണ്, അല്ലെങ്കിൽ അവർക്ക് രോഷമുണ്ട് എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്തിന് സമരം ചെയ്തു, എന്തിനാണ് ഞങ്ങൾ ജയിലിൽ പോയതെന്ന് അവർ സ്വയം ചിന്തിച്ചാൽ പാർട്ടിക്ക് വേണ്ടിയാണോ? അല്ല. പാർട്ടിയിൽ ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടിയാണോ? അല്ല. ഞങ്ങൾ എന്തിന് ജയിലിൽ പോയി ചിന്തിച്ച് അവർ പാർട്ടിക്കെതിരെ തിരിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ രോഷം പ്രകടിപ്പിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഞാൻ പറയുന്നത് ആദ്യം അവർ ചിന്തിക്കണമായിരുന്നു. വീണ വിജയനെതിരെ ആ കേസും അല്ലെങ്കിൽ ED റെയ്ഡ് വരുമ്പോൾ ആദ്യം ചിന്തിക്കണം, ഞങ്ങൾ എന്തിനാണ് തെരുവിലേക്ക് ഇറങ്ങുന്നതെന്ന്. ഇപ്പൊ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിട്ടുണ്ട്. CPM നേതാക്കളുടെ പേരിലൊന്നും കേസ് വരാൻ പോകുന്നില്ല, അണികളാണ് പെടാൻ പോകുന്നത്. ഇനിയിപ്പോ പാർട്ടിക്കകത്ത് ഇത് വലിയ ചർച്ചയായി മാറും. പിണറായി വിജയനെതിരെ ശക്തമായ ഒരു വികാരം തന്നെ പാർട്ടിയിൽ ഉടലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു, നിലവിൽ പ്രതിപക്ഷ നേതാവാക്കണ്ട, MLA സ്ഥാനം പോലും രാജിവെക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം പാർട്ടിയിലുണ്ട്. ആ സാഹചര്യത്തിലാണ് ബിനീഷ് കോടിയേരിയുടെ കേസ് വരുമ്പോൾ പിണറായി വിജയൻ എടുത്ത നിലപാട്, സ്വന്തം മകളുടെ കേസ് വരുമ്പോൾ പിണറായി വിജയൻ എടുത്ത നിലപാട്, മകളെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മകളുടെ കേസിൽ പാർട്ടിയെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചത് എന്തിന്? ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ അണികൾക്ക് ചോദിക്കാനുണ്ടാകും. ഈ ചോദ്യങ്ങൾക്കൊന്നും പാർട്ടിക്കോ പാർട്ടി നേതാക്കൾക്കോ വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ കഴിയില്ല. അപ്പോൾ വീണ്ടും പാർട്ടിക്ക് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി ജയിലിൽ പോയി അല്ലെങ്കിൽ അറസ്റ്റിലായവർക്ക് എന്ന് ജാമ്യം കിട്ടും? അപ്പൊ അവരുടെ സ്ഥിതി എന്താണെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ജയിൽ കിടക്കുന്നവർ പോലും ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങൾ എന്തിനാണ് ഈ കേസുമായി മുന്നോട്ട് വന്നത് കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നതെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടല്ലോ. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ ആയിരുന്നില്ല, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം പോലും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ വീണയ്ക്ക് വേണ്ടി പാർട്ടി എന്തിന് ബലിയാടായി, അല്ലെങ്കിൽ പാർട്ടി എന്തിന് ബലിയാടാക്കി, ഞങ്ങളെ എന്തിന് ബലിയാടാക്കി എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിന് ഉത്തരം നൽകാൻ പിണറായി വിജയനും MV ഗോവിന്ദനും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും തയ്യാറാകേണ്ടി വരും. വ്യക്തമായ ഉത്തരം നൽകിയില്ലെങ്കിൽ വീണ്ടും പിണറായി വിജയനെതിരെയുള്ള പ്രതിഷേധം അല്ലെങ്കിൽ പിണറായി വിജയനെതിരായ വികാരം കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.